നമസ്കാരം. നെളിയോർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. രാജ്യം അപകടകാലത്തിലേക്ക് പോകുന്നതിന്റെ സൂചനയാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് എന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗവും പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ A. വിജയരാഘവൻ പട്ടാമ്പിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലാമണ്ഡലം സത്യഭാമയുടെ വാക്കുകൾ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ലെന്നും A. വിജയരാഘവൻ പറഞ്ഞു. അത് കേരളമാകെ അതിനെതിരായിട്ടുള്ള പ്രതിഷേധം വന്നു കഴിഞ്ഞു. ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ നവീന മൂല്യബോധങ്ങൾക്ക് എതിര് നിൽക്കുന്ന ഒരു പ്രസ്താവനയാണത്. കേരളീയ സമൂഹം അത്തരം ഫ്യൂഡൽ മൂല്യങ്ങൾക്കൊപ്പമല്ല എന്ന് ഇതിനകം തന്നെ എല്ലാവരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കലാകേരളം മാത്രമല്ല, മുഴുവൻ കേരളവും അത് സംബന്ധിച്ച് കടുത്ത പ്രതിഷേധവും വിയോജിപ്പും രേഖപ്പെടുത്തി. നമ്മുടെ ജനാധിപത്യത്തിലെ കറുത്ത സംഭവങ്ങളുടെ തുടർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം ഇന്ത്യയിലെ മതനിരപേക്ഷതയെ സംബന്ധിച്ച് എടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിഹുലതകളും അതിനെതിരെ ഉയർന്നു വരുന്ന വിഷയങ്ങളിലെ ആത്മാർത്ഥമായ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തവും അതോടൊപ്പം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം വിപുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ സംസ്ഥാനങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ നിയന്ത്രണത്തിൽ ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നായ പഞ്ചാബിൽ ഇപ്പോൾ ഒരു ആം ആദ്മി പാർട്ടി ഗവൺമെൻറ്റാണ്. BJPക്ക് വലിയ അലോസരമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് കെജ്രിവാളിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇപ്പോൾ 7 MP-മാരുണ്ട് തലസ്ഥാന നഗരിയിൽ BJPക്ക്. പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഉൾപ്പെടെയുള്ള കലാലയങ്ങളിലും സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥന നടത്തി. LDFന് അനുകൂലമായ നിലപാടുകളാണ് യുവ വോട്ടർമാരിൽ നിന്നും ലഭിക്കുന്നതെന്ന് A. വിജയരാഘവൻ പ്രതികരിച്ചു. പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ വെള്ളിയാഴ്ച പട്ടാമ്പി മണ്ഡലത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. രാവിലെ വെളിയൂർ കരിങ്ങനാട് നിന്നുമായിരുന്നു പര്യടന തുടക്കം. തുടർന്ന് വെളിയൂർ തിരുവേഗപ്പുറ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ്, പട്ടാമ്പി ലെമൻ കോളേജ് എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കണ്ട് സംവദിച്ചു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ചെറിയ വാക്കുകളിൽ വിദ്യാർത്ഥി സമൂഹത്തിന് മുന്നിൽ കോറിടുവാനും A. വിജയരാഘവൻ മറന്നില്ല. നിങ്ങളെപ്പോലെ വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായി പാർലമെന്റിലേക്ക് മത്സരിച്ചത്. നിയമത്തിൽ ബിരുദാനന്തര പഠനം നടത്തിക്കൊണ്ടിരിക്കുക മത്സരിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ്. സ്വാഭാവികമായിട്ടും പാർലമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത ഗതിയായ വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ നാട് കാത്തുസൂക്ഷിച്ചു പോരുന്ന നല്ല മൂല്യങ്ങൾ, മതനിരപേക്ഷത, അതുപോലെ തന്നെ മനുഷ്യസ്നേഹാധിഷ്ഠിതമായ മഹാമൂല്യങ്ങളെ പാർലമെന്റാണ് സംരക്ഷിച്ച് നിർത്തുന്നത്. അവിടെ ജനവിരുദ്ധതയും ന്യൂനപക്ഷ വിരുദ്ധതയും തൊഴിലാളി വിരുദ്ധതയും ഒക്കെ രൂപപ്പെട്ട് വരുമ്പോൾ ആ പാർലമെന്റിനകത്ത് അതിനെതിരായി ശക്തമായി ശബ്ദമുയർത്തുക എന്നുള്ളതാണ് ഒരു പാർലമെന്റ് പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കലാലയങ്ങളിലേക്ക് വലിയ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റത്. വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരെയും മറ്റും കണ്ടും A. വിജയരാഘവൻ കുശലാന്വേഷണം നടത്തി. കടുത്ത ചൂടിനെ അവഗണിച്ചുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് A. വിജയരാഘവൻ പ്രതികരിച്ചു. ഇടതിന് അനുകൂലമായ തരംഗമാണ് മണ്ഡലത്തിലുള്ളത്. ആവേശകരമായ സ്വീകരണം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. പുതുതലമുറയും വലിയ ആവേശത്തോടെയാണ് മുന്നോട്ട് വരുന്നതെന്നും A. വിജയരാഘവൻ സൂചിപ്പിച്ചു. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികളെന്ന നിലയിൽ ചൂടിനെ അവഗണിച്ചും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ LDF പ്രവർത്തകന്മാരും നന്നായി സഹകരിച്ചിട്ട് തന്നെയാണ് നല്ല നിലയിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികളുടെ നല്ല പിന്തുണയും ഈ തെരഞ്ഞെടുപ്പിന് LDFന് അനുകൂലമായിട്ട് ലഭിച്ചിരിക്കുന്നു. ആവേശകരമായ ഒരു സ്വീകരണത്തിന് ശേഷമാണ് ഈ വിദ്യാലയത്തിൽ നിന്നും മടങ്ങുന്നത്. LDFൻ്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് പുതുതലമുറയിൽ നിന്നുള്ള
പിന്തുണ ലഭിക്കുന്നത് എന്നതും ഏറെ ആഹ്ലാദകരമാണ്. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി. ഉച്ചയ്ക്ക് ശേഷം പുൽക്കല്ലൂർ തിരുവേപ്പുറ പഞ്ചായത്തുകളിലെ വോട്ടർമാരെ നേരിൽ കണ്ടുള്ള വോട്ടഭ്യർത്ഥനയായിരുന്നു എ വിജയരാഘവൻ നടത്തിയത്. നേതാക്കളായ മുഹമ്മദ് മോസിൻ MLA, NP വിനയകുമാർ, T ഗോപാലകൃഷ്ണൻ, മറ്റു LDF നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. മോഷ്ടിക്കാൻ മുറിയിൽ കയറിയ മോഷ്ടാവിനെ മുറിക്കകത്തിട്ട് പൂട്ടിയ ശേഷം പോലീസിൽ അറിയിച്ച ഇതര സംസ്ഥാന തൊഴിലാളികൾ. കൂറ്റനാട് ആദംകുട്ടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് ഏതാനും ആഴ്ചകളായി മോഷണം പതിവായിരുന്നു. തൊഴിലാളികൾ തങ്ങളുടെ മുറികളിൽ സൂക്ഷിച്ചിരുന്ന 15,000, 7,000, 5,000 എന്നിങ്ങനെ തുകകൾ അടുത്തടുത്ത ദിവസങ്ങളിൽ മോഷണം പോയിരുന്നു. ഇതോടെ വെള്ളിയാഴ്ച മുറി പൂട്ടി പുറത്തുപോയ തൊഴിലാളികൾ താമസ സ്ഥലത്തിന് സമീപത്ത് തന്നെ കാവലിരിക്കുകയായിരുന്നു. തുടർന്ന് ഉച്ചയോടെ മോഷ്ടാവെത്തുകയും മുറി കള്ളത്താക്കോലിട്ട് തുറന്ന് അകത്തു കയറുകയുമായിരുന്നു. ഉടൻ തന്നെ തൊഴിലാളികളും നാട്ടുകാരും സ്ഥലത്തെത്തുകയും മോഷ്ടാവിനെ മുറിക്കകത്തിട്ട് പൂട്ടി ചാലിശ്ശേരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇവിടെ അതിഥി തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സിൽ മോഷണ ശ്രമത്തിനെതിരെ വേറൊരു അതിഥി തൊഴിലാളിയെ പിടിക്കണ്ടായി ഇപ്പോൾ പോലീസ് വന്നിട്ട്. പക്ഷേ അത് യാദൃശികമായിട്ട് അവനെ അതിൻ്റെ ഉള്ളിലിട്ട് പൂട്ടുകയാണ് ചെയ്തത്. അത് കുടുക്കുകയാണ് ചെയ്തത്. ശരിക്കും അവൻ്റെ പക്കൽ നിന്നും ഏകദേശം ഒരു 10-25ഓളം ഡ്യൂപ്ലിക്കേറ്റ് ചാവികൾ പിടിക്കേണ്ടായിട്ടുണ്ട്. പോലീസ് അവനെ കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയാം, പോലീസ് അറിഞ്ഞു പോയിക്കോളും. അതായത് നമ്മുടെ കൂറ്റനാട് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സുകളാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ അതിഥി തൊഴിലാളികൾ തന്നെയാണ്. അപ്പോൾ അവിടെ 2-3 തവണയായിട്ട് ഇതിനു മുമ്പ് കഴിഞ്ഞ 1-2 ആഴ്ചക്കിടയിൽ കള്ളന്മാർ കയറിയുള്ള ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിഥി തൊഴിലാളികൾ പണിക്ക് പോയ നേരത്താണ് ഇവിടെ വന്ന് കള്ളൻ കയറുന്നത്. അപ്പോൾ അവർ കാത്തിരുന്നു. ഇവിടെ CCTV ക്യാമറയിൽ ഒരാളുടെ ചിത്രം കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പതിയുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ആളുടെ റൂമിൽ നിന്നൊരു 15,000, പിന്നീട് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 7,500 രൂപ പോയിട്ടുണ്ട്, പിന്നെ ഒരു 5,000 രൂപ പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് ആളുകൾ പണിക്കൊന്നും പോകാണ്ട് ഇവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ നേരത്താണ് ഇവൻ വന്നിട്ട് ഒരു ക്വാർട്ടേഴ്സിൽ കയറിയത്. അങ്ങനെ ഇവർ പുറത്തുനിന്ന് അവനെ ലോക്ക് ചെയ്തിട്ട് ചാലിശ്ശേരി. മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പിടിയിലായ മോഷ്ടാവ്. ഇയാളിൽ നിന്നും നിരവധി ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുകളും കണ്ടെടുത്തു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായി ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ചാലിശ്ശേരി ASI ഡേവിസ്, സിവിൽ പോലീസ് ഓഫീസർ രജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സ്ഥലത്തെത്തിയത്. CCTV ന്യൂസ്, തൃത്താല. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃത്താല നിയോജക മണ്ഡലത്തിൽ അനധികൃതമായി സ്ഥാപിച്ച പ്രചരണ സാമഗ്രികൾ ആന്റി ഡിഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്ന പോസ്റ്ററുകളും ബാനറുകളുമാണ് നീക്കം ചെയ്തത്. അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിലെ ചുവരെഴുത്തുകൾ കരിയോയിൽ ഉപയോഗിച്ച് മായ്ക്കുകയും നോട്ടീസുകൾ, പോസ്റ്ററുകൾ, ബാനറുകൾ, ബോർഡുകൾ എന്നിവ ഇളക്കി മാറ്റുകയുമാണ് ചെയ്തത്. ജില്ലാ ആന്റി ഡിഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. സ്ക്വാഡ് ഉദ്യോഗസ്ഥരായ OA കാജ, CP അനിൽകുമാർ, K ധർമ്മദാസൻ, വിഷ്ണുദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിയോജകമണ്ഡലത്തിലെ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് ഇരിക്കുന്നത്. ഞങ്ങളിവിടെ ജില്ലയുടെ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡാണ്. അപ്പം പൊതുസ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്ന ബാനറുകളും പോസ്റ്ററുകളും എല്ലാം ഞങ്ങൾ നീക്കം ചെയ്യുകയാണ്. ഞങ്ങൾ ആ 1ാം ഘട്ടം എന്ന നിലയിൽ ജനങ്ങൾക്കെല്ലാം ഓരോ റൗണ്ട് ഞങ്ങൾ ഒരു അവയർനെസ് കൊടുത്തായിരുന്നു. പെട്ടെന്ന് എടുത്ത് മാറ്റണം, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2ാം ഘട്ടം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ഇരിക്കുന്ന പോസ്റ്ററുകളും ബാനറുകളും അങ്ങനെയുള്ള ഹോർഡിങ്സ് എല്ലാം ഞങ്ങൾ നീക്കം ചെയ്യുന്നത്. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കൂറ്റനാട് സ്വദേശിയായ +2 വിദ്യാർത്ഥി മരിച്ചു. മതുപ്പുള്ളി വെളുത്തവളപ്പിൽ മുഹമ്മദ് നാജിലാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. ചാലിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിയാണ്. ബുധനാഴ്ച രാത്രി 10:30യോടെയാണ് സംഭവം. സംസ്ഥാന കലോത്സവങ്ങളിൽ മാപ്പിളക്കലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടിക്ക് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഉറക്കത്തിനിടയിൽ ശ്വാസതടസ്സം നേരിട്ട് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ വീട്ടുകാരും ബന്ധുക്കളും ചേർന്ന് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ജമാൽ പിതാവും സബീന മാതാവുമാണ്. ലിയ, റെന എന്നിവർ സഹോദരികളാണ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ 20 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന കഥകളി ചെണ്ട വിഭാഗത്തിലെ കലാമണ്ഡലം ബാലസുന്ദരന് യാത്രയയപ്പ് സമ്മേളനവും സുവർണമുദ്ര നൽകി ആദരിക്കുകയും ചെയ്തു. കലാമണ്ഡലം നീള ക്യാമ്പസിൽ ചെണ്ട വിഭാഗവും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് വാദ്യസുന്ദരം എന്ന പേരിൽ നടത്തിയ പരിപാടി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം ബാലസുന്ദരനെ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി സുവർണമുദ്ര സമർപ്പണം നടത്തി. പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി പ്രശസ്തിപത്രം നൽകി. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ R രാജേഷ് കുമാർ പൊന്നാട അണിയിച്ചു. കലാനിലയം കുഞ്ചുണ്ണി, കലാമണ്ഡലം ബലരാമൻ, കലാമണ്ഡലം രാജൻ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം വിജയകൃഷ്ണൻ, കലാമണ്ഡലം രാജശേഖരൻ, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, ചാലക്കുടി മുരളി മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. പരിപാടിക്ക് മുന്നോടിയായി കലാമണ്ഡലം ശ്രീജിത്ത്,
കലാമണ്ഡലം വൈശാഖ്, കലാമണ്ഡലം രഘുചന്ദ്രൻ, കലാമണ്ഡലം ശ്രീജിത്ത് എന്നിവർ ചേർന്ന് നയിച്ച ചെണ്ടമേളവും അരങ്ങേറി. പരിപാടിക്ക് ശേഷം കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം കൃഷ്ണദാസ് എന്നിവർ നയിച്ച ഇരട്ട തായമ്പകയും ഉണ്ടായിരുന്നു. ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. കഴിഞ്ഞ 35 വർഷമായിട്ട് വെള്ളിരയിൽ താമസിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ മാത്രമേ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നല്ല ഒരു സുഹൃത്തിനെ, എന്നെ സംബന്ധിച്ച് ബാലചന്ദ്രൻ എൻ്റെ സുഹൃത്താണ്, എൻ്റെ സഹോദരനാണ്. ആ രീതിയിൽ മാത്രമേ ഞങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളൂ. മറ്റൊന്ന്, കലാമണ്ഡലത്തിലെ പല റിട്ടയർമെൻറ്റ് വേദികളിലും അല്ലാതെ പല ചടങ്ങുകൾക്കും പഴയ ആൾക്കാരൊക്കെ പഴയ മേള വിദഗ്ധന്മാരായിട്ടുള്ള ആചാര്യന്മാരെ ഉൾപ്പെടുത്താതെ പുതിയതായിട്ട് നോക്കുമ്പോൾ ഉണ്ണികൃഷ്ണനെ കഴിച്ചാൽ പിന്നെ ബാലചന്ദ്രനെ ഇന്ന് കഥകളി മേളത്തിന് ഇത്രയും പ്രസിദ്ധനായിട്ട് കാണുന്നു. ഞാൻ ബലരാമനെ ഒഴിച്ചു നിർത്തിയിരിക്കുകയല്ല. ബലരാമന് ശരിക്കും പറഞ്ഞാൽ ആ ചുരുക്കുകാരുടെ വഴിയാണ്. വഴിയെന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല, ഖനം അല്ല അദ്ദേഹത്തിൻ്റെ ചെണ്ടയിലുള്ള. CCTV ന്യൂസ് തളി. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി വീണ്ടും ഒരു ലോക ജലദിനം കടന്നു പോവുകയാണ്. കിണറുകളും ജലാശയങ്ങളും വറ്റി വരളുന്ന ഈ വേനലിൽ പട്ടാമ്പി ഭാരതപ്പുഴയോരത്തുള്ളവർക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് പുഴയിൽ കാണാനുള്ളത്. എന്നാൽ ജലസമൃദ്ധി സംരക്ഷിക്കേണ്ടതിലുള്ള അധികൃതരുടെ ജാഗ്രത അത്ര പോരാ. ജലസമാധാനത്തിന് എന്ന സന്ദേശമാണ് ഇത്തവണത്തെ ലോക ജലദിനം മുന്നോട്ട് വയ്ക്കുന്നത്. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയാണ് ഒരു ജലദിനം കൂടി കടന്നു പോകുന്നത്. ജലാശയങ്ങൾ വറ്റിവരണ്ടു കിടക്കുന്ന ഈ വേനലിലും പട്ടാമ്പി ഭാരതപ്പുഴയിൽ അല്പം ആശ്വാസം നൽകുന്ന കാഴ്ചയാണ് ഈ ജലസമൃദ്ധി. വെള്ളിയാങ്കല് റെഗുലേറ്ററിന്റെ തണലിലാണ് പട്ടാമ്പി വരെയുള്ള പുഴയിൽ കടുത്ത വേനലിലും ആശ്വാസം പകരുന്ന ഇത്തരം കാഴ്ചകൾ. കുടിവെള്ള പദ്ധതികൾക്കും വേനൽക്കാല പച്ചക്കറി ഉൾപ്പെടെയുള്ള പുഴയോരത്തെ കൃഷികൾക്കും പുഴയിലെ ഈ ജലസമൃദ്ധി ഗുണകരമാണ്. എന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പുഴയിലെ ജലസമൃദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കടുത്ത വേനലും ഇതിന് കാരണമായിട്ടുണ്ട്. പുഴയിലെ ജലസമൃദ്ധി കാണാൻ അല്പം കുളിരേകുന്നതാണെങ്കിലും ഈ ജലസമൃദ്ധിയിലെ മാലിന്യക്കൂമ്പാരങ്ങളുടെ കാഴ്ച അത്ര സുഖകരമല്ല. പലതരത്തിലുള്ള മാലിന്യങ്ങളും പുഴയിൽ തള്ളുന്നുണ്ട്. ജലസമൃദ്ധിയിലേക്ക് മാലിന്യങ്ങൾ തള്ളുന്നവർ ഇത് കുടിവെള്ള സ്രോതസ് കൂടിയാണെന്ന കാര്യം ബോധപൂർവ്വം മറക്കുന്നു. ഇതിലൂടെ വിളിച്ചു വരുന്നത് മാരകമായ അസുഖങ്ങളെയും. പുഴയിലേക്കുള്ള മാലിന്യം തള്ളൽ ഇല്ലാതാക്കാൻ നിയമങ്ങൾ മാത്രം പോരാ, കർശന നടപടികളും വേണമെന്ന് സാരം. ജലം അമൂല്യമാണ്, അത് സംരക്ഷിക്കണമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ലോക ജലദിനത്തിലും പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളം പാഴായി പോകുന്നത് കണ്ടിട്ടും അധികൃതർ മൗനത്തിലാണ്. മുള്ളൂർക്കര സെന്ററിലുള്ള മെയിൻ പൈപ്പ് ഒരാഴ്ചയിലധികമായി പൊട്ടിയിട്ട് വേനൽക്കാലം രൂക്ഷമായതോടെ ഭാരതപ്പുഴയിൽ പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലാണ്. ഭാരതപ്പുഴ പൈങ്കുളം പമ്പ് ഹൌസിൽ നിന്ന് മുള്ളൂർക്കര പഞ്ചായത്തിലേക്കും വടക്കാഞ്ചേരി നഗരസഭയിലേക്കും വെള്ളം എത്തിക്കുന്ന മെയിൻ പൈപ്പാണ് മുള്ളൂർക്കര സെന്ററിലെ ആൽമരത്തിന് സമീപം പൊട്ടിയിട്ടുള്ളത്. നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് സമീപവാസിയായ ഗോപിനാഥൻ പറയുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാഞ്ഞാൾ പഞ്ചായത്തിനും മുള്ളൂർ പഞ്ചായത്തിനും വടക്കാഞ്ചേരി പഞ്ചായത്തിനും കൂടിയുള്ള ഒരു ജലപദ്ധതിയുടെ പൈപ്പിൽ നിന്നാണ് മെയിൻ പൈപ്പിൽ നിന്നാണ് ഈ പൊട്ടിപ്പോണത്. മുള്ളൂർ സെൻട്രൽ തന്നെ ഉള്ള മെയിൻ പൈപ്പിൽ നിന്നാണ് പൊട്ടിപ്പോണത്. ഇതിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഒരാഴ്ചക്കാലായി. അതേപോലെ ഭാഗത്തു നിന്നൊന്നും ഇതേപ്പറ്റി യാതൊരു പ്രതികരണം കാണുന്നില്ല, വന്നു നോക്കുന്നില്ല, യാതൊരു കാണുന്നില്ല. ഇന്നിപ്പോൾ ഈ ലോക ജലദിനം ആയിട്ട് പോലും ഇന്ന് ഈ വരൾച്ചക്കാലത്ത് ജലത്തെ സംരക്ഷിക്കാനുള്ള യാതൊരു നടപടിക്രമങ്ങളും എടുത്ത് കാണുന്നില്ല. ഇത് എങ്ങനെയെങ്കിലും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം.
പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ജലം സമാധാനത്തിന് എന്ന സന്ദേശവുമായി പട്ടാമ്പിയിൽ ജലദിനാചരണം സംഘടിപ്പിച്ചു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി ബിനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി വിവേക് അധ്യക്ഷത വഹിച്ചു. ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ BS ഭദ്രകുമാർ ജലദിനാചരണ പ്രതിജ്ഞ ചൊല്ലി. സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകരായ മോഹൻദാസ് ഇടിയത്ത്, ഹുസൈൻ തട്ടത്താഴത്ത്, മുരളി വേളേരിമഠം, പ്രദീപ് ചേരിപ്പറമ്പിൽ, അലി പൂവത്തിങ്കൽ, KV സുലൈമാൻ എന്നിവർ സംസാരിച്ചു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ അബ്ദുൾ അസീസ് സ്വാഗതവും PG കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു. തൃശൂർ ജില്ലാ നിയമസേവന അതോറിറ്റി, ചെറുതുരുത്തി പൂമുള്ളി ആയുർവേദ മെഡിക്കൽ കോളേജ്, തലപ്പള്ളി താലൂക്ക് നിയമസേവന കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ ലോക ജലദിനാചരണ സെമിനാർ നടന്നു. PNNM ആയുർവേദ മെഡിക്കൽ കോളേജിൽ നടന്ന യോഗം ജില്ലാ നിയമസേവന അതോറിറ്റി തൃശൂർ സെക്രട്ടറി സബ് ജഡ്ജ് സരിത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ മെഡിക്കൽ കോളേജ് ഡയറക്ടർ സന്ധ്യ മന്നത്ത് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ VSHO ബോബി വർഗീസ് മുഖ്യാതിഥിയായി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി NM ഷെരീഫ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിജി മാത്യു, ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ കോർഡിനേറ്റർ മോഹനൻ, പാരാലീഗൽ വോളണ്ടിയർ റസീന തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു യുദ്ധമുണ്ട് എങ്കിലെന്ന് അവർ പറഞ്ഞു. ഞാനത് മാറ്റി പറയാണ്. ആ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ യുദ്ധം പലയിടത്തും സ്റ്റാർട്ടായി. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അല്ലേ? അതായത് ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ അവർക്ക് കുടിവെള്ളം ഇല്ല. വില കൊടുത്ത് വാങ്ങിക്കാൻ പോലും ആ ഒരു രാജ്യത്ത് വെള്ളമില്ലാത്തൊരു അവസ്ഥയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് യാതൊരുവിധ റിസൾട്ട് മീൻസ് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. ഇനിയിപ്പോൾ വെള്ളം അവിടേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വെള്ളം ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ അവിടെ സംജാതമായി. വളരെയധികം താമസിയാതെ തന്നെ നമുക്കും ആ അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പലയിടത്തും അത് വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ന്യൂസിലുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ തീരെ വെള്ളമില്ലാതെ, അതായത് കുടിവെള്ളം ടാങ്കറിൽ പോലും എത്തിക്കാൻ പറ്റാതെ. നമ്മുടെ വൈസ് പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ ഇനിയൊരു ലോക മഹായുദ്ധം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ജലത്തിന് വേണ്ടിയാകാമെന്നാണ് മഹാന്മാര് പറയുന്നത്. ഈ ജലദിനം എന്നാൽ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലം എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് ഉപകാരപ്പെടുത്തണം എന്നുള്ളതിൻ്റെ ഒരു അവബോധം നമ്മളിൽ എല്ലാവരിലും സൃഷ്ടിക്കുക എന്നതാണ് ലോക ജലദിനത്തിൻ്റെ ലക്ഷ്യം തന്നെ. ഏറ്റവും മനസ്സിൽ തട്ടിയ ചില വാക്യങ്ങൾ ഇതോടനുബന്ധിച്ച് ഞാൻ ഒന്നിവിടെ പെട്ടെന്ന് ഷെയർ ചെയ്ത് ഞാൻ മൈക്ക് മാമിന് കൈമാറാം. എൻ്റെ മുതുമുത്തച്ഛന്മാർ വെള്ളം കടലിലും പുഴയിലും കണ്ടിട്ടുണ്ട്. എൻ്റെ മുത്തച്ഛൻ അത് കിണറിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ അത് ബോട്ടിലിലാണ് കണ്ടിരിക്കുന്നത്. ഇനി ഞാനും എൻ്റെ അടുത്ത തലമുറയും അത് എവിടെ കാണും എന്നുള്ളതാണ് ചോദ്യം. ചിലപ്പോൾ കണ്ണീരിൽ മാത്രമേ. ചരമം. ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റ് കിഴക്കേ പട്ടിശ്ശേരി പരേതനായ പാലഞ്ചേരി രാഘവൻ മകൻ P പ്രേമകുമാർ നിര്യാതനായി. 55 വയസ്സായിരുന്നു. തങ്കമ്മാൾ മാതാവാണ്. അംഗൻവാടി അധ്യാപിക ഉദയകുമാരി ഭാര്യയാണ്. അക്ഷയ് കുമാർ, അതുല്യ എന്നിവർ മക്കളാണ്. സംസ്കാരം ശനിയാഴ്ച നടക്കും. ഇതോടെ തെളിയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.